ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിനിടെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ലോകം കേട്ടത്. ടെഹ്റാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമ പ്രധാനമാണ്. കാരണം അത് ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കുള്ള കവാടം മാത്രമല്ല, പേർഷ്യൻ ഗൾഫിലൂടെ ഊർജ്ജ ഇറക്കുമതി സുരക്ഷിതമായി കടന്നുപോകുന്നത് ഉറപ്പാക്കാനും അതീവ നിർണായകമാണ്. INS ടിർ, INS ഷാർദുൽ എന്നീ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഓഫ്ഷോർ പെട്രോൾ വെസൽ എന്നിവ ഉൾപ്പെടുന്ന നാവികസേനാ വ്യൂഹം ഒക്ടോബർ 2 തെക്കൻ ഇറാനിയൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെത്തിയതായി ഇന്ത്യൻ നാവികസേനയാണ് അറിയിച്ചത്. പേർഷ്യൻ ഗൾഫിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ സംയുക്ത നാവികാഭ്യാസം നടത്തും. ഒക്ടോബർ 1 ഇറാൻ 200ഓളം മിസൈലുകളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ച സാഹചര്യത്തിലാണ് ഈ അഭ്യാസം എന്നത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. അതേസമയം തന്നെ സജീവമായ സംഘർഷത്തിലകപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളുമായും ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഉള്ളത്. ഹമാസുമായുള്ള യുദ്ധത്തിനിടയിൽ തൊഴിലാളി ക്ഷാമം നേരിടുന്നതിനാൽ 1 ലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ ജൂതരാജ്യത്തേക്ക് അയക്കാൻ 2023 ഇന്ത്യ ഇസ്രായേലുമായി ഉപേക്ഷ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതേസമയം തന്നെ ഇറാനിലെ ചബഹാർ തുറമുഖത്തും ന്യൂഡൽഹി വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ന്യൂഡൽഹിയും ടെഹ്റാനും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കിടയിലൂടെ സുപ്രധാന വ്യാപാരപാതയെ വർത്തിക്കുന്ന തന്ത്രപ്രധാന തുറമുഖത്ത് ഇന്ത്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് ഇത് വഴിയൊരുക്കി. യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഊർജ്ജ കയറ്റുമതിക്ക് പ്രധാനമായ ഒരു തന്ത്രപ്രധാന പാതയിൽ ഇത് ഇന്ത്യയുടെ സാന്നിധ്യം സുസ്ഥിരവും ശക്തവുമാക്കും. വ്യത്യസ്ത പങ്കാളികളുമായുള്ള വിദേശ ബന്ധം കൈകാര്യം ചെയ്യുന്നതിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ സാമർഥ്യമാണ് ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം രൂക്ഷമായപ്പോൾ ന്യൂഡൽഹി മോസ്കോയുമായും കീവുമായും ബന്ധം നിലനിർത്തി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രധാനമന്ത്രി മോദി റഷ്യ, യുക്രൈൻ, US എന്നീ രാജ്യങ്ങൾ ക്രമത്തിൽ സന്ദർശിച്ചിരുന്നു. ഓരോ രാജ്യവും അവരുടെ ദേശീയ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ വിദേശ നയമാണ് പിന്തുടരുക. ഈ മേഖല ഇന്ത്യൻ നയതന്ത്രത്തിന്റെ മികവ് പരീക്ഷിക്കും. നിക്ഷേപത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും അതിനിർണായകമായ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ പങ്കാളിത്തം സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ പോലുള്ള സംരംഭങ്ങൾ പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. വർദ്ധിച്ചു വരുന്ന പിരിവർഗങ്ങൾക്കിടയിൽ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ പൊതുസഖ്യങ്ങൾ പുനഃപരിശോധിക്കുന്നതിനാൽ ഇന്ത്യ, ഇസ്രായേൽ, UAE, US എന്നിവ ഉൾപ്പെടുന്ന I2U2 ഫോറവും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഗാസയിലെ ഇസ്രായേൽ നടപടികൾ ഇന്ത്യയുടെ നിലപാടിനെ സങ്കീർണമാക്കുന്നു. ഒരു ചരിത്രപരമായ സഖ്യകക്ഷിയെ പിന്തുണയ്ക്കുന്നതിനും അറബ് രാജ്യങ്ങളുമായി ആവശ്യബന്ധം നിലനിർത്തുന്നതിനും ഇടയിൽ നിൽക്കാൻ അത് ഇന്ത്യയെ നിർബന്ധിതമാക്കുന്നു. ഇറാന്റെ കാര്യം വരുമ്പോൾ കാശ്മീരിലെ ടെഹ്റാന്റെ നിലപാടിനെക്കുറിച്ചും ഇന്ത്യക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. 2019 US ഉപരോധം വരുന്നതുവരെ ഇന്ത്യയുടെ ഊർജ്ജാവശ്യത്തിന്റെ 10% ഇറാനിൽ നിന്നായിരുന്നു. ഇപ്പോഴും സംഘർഷബാധിതമായ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള ഊർജ്ജ ഇറക്കുമതിയുടെ 85% ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ ഒരു സംഘടനവും ഗുണകരമല്ല. ഇറാനുമായുള്ള നമ്മുടെ പരമ്പരാഗത ബന്ധങ്ങൾക്ക് ഈ ഭീഷണി ലഘൂകരിക്കാൻ സാധിക്കും. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം പാകിസ്ഥാനെ മറികടന്ന് കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യക്ക് പ്രവേശനം നൽകുന്നു. ഇത് ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റി തന്ത്രത്തിലെ ഒരു പ്രധാന ഘടകമാണ്. കൂടാതെ മധ്യേഷ്യയിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന തന്ത്രപരമായ സ്ഥാനവും അത് പ്രദാനം ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഇസ്രായേലിനെയും ഇറാനെയും പിണക്കാതെ തന്ത്രപരമായ ഒരു സമീപനമായിരിക്കും ഇന്ത്യ ഈ സംഘർഷത്തിൽ സ്വീകരിക്കുക. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.